മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ഓർത്തഡോക്സ് സഭ പരമപ്രധാന സ്ഥാനമാണ് വിശുദ്ധ കന്യക മറിയാമിന് നൽകുന്നത്. ദൈവത്തെ വഹിച്ചവൾ, ദൈവ പ്രസവിത്രി, ദൈവജനനി, നിത്യകന്യക, ദൈവമാതാവ് എന്നിങ്ങനെ അതീവ ബഹുമാനത്തോടെ വിശുദ്ധ കന്യക മറിയാമിനെ ആദരിക്കുന്നു. പരിശുദ്ധ സഭ എന്നും എക്കാലവും എല്ലാ തലമുറകളിലും വിശുദ്ധ തൃത്വം കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം നൽകുന്നത് വിശുദ്ധ ദൈവമാതാവിനാണ്. വിശുദ്ധ കുർബാനയിലും കുക്കുലിയോണിലും കാനോനിക നമസ്കാരങ്ങളിലും വിശുദ്ധ ദൈവമാതാവിന് പ്രഥമ സ്ഥാനമാണ് നൽകുന്നത്. പാപത്തിന്റെ അന്ധകാരത്തിൽ മുഴുകിക്കിടന്ന മാനവരാശിയെ രക്ഷിക്കാൻ പിതാവാം ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഗബ്രിയേൽ മാലാഖ വന്ദനമരുളി ചെയ്ത് വിശുദ്ധ ദൈവമാതാവിനോട് അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്: കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ. സ്ത്രീവർഗത്തിൽ വിശുദ്ധ മാതാവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് എലിസബത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. ഗബ്രിയേൽ മാലാഖയുടെ വന്ദനവും എലിസബത്തിന്റെ സാക്ഷ്യവും വിശുദ്ധ കന്യക മറിയാമിനെ കൂടുതൽ വിനയാന്വതയാക്കുന്നു. സമചിത്തതയോടും വിശ്വാസത്തോടും പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ വിശുദ്ധ കന്യക മറിയാമിന് സാധിച്ചു. തന്റെ പൊന്നുമകൻ നിന്ദിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും അടിയേൽക്കുന്നതും ഭാരമേറിയ കുരിശു ചുമന്നുകൊണ്ട് പോകുന്നതും ഗോകുൽത്ത മലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുന്നതുമെല്ലാം ദൂരെ നിന്ന് നോക്കിക്കണ്ട് സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അമ്മ ക്ഷമയുടെയും താഴ്മയുടെയും വിനയത്തിന്റെയും നല്ല മാതൃകയാണ് നമുക്കിവിടെ കാട്ടിത്തരുന്നത്. ആകുലതകളും വേദനകളും നൊമ്പരങ്ങളും മുള്ളുപോലെ കുത്തി നോവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുടെയും ധൈര്യത്തിന്റെയും എളിമയുടെയും വിനയത്തിന്റെയും പൊൻകിരണങ്ങൾ ചൊരിഞ്ഞു തരുന്ന സ്വർണ്ണ താരകമായി വിശുദ്ധ കന്യക മറിയാം എന്നും നിലകൊള്ളുന്നു. വിശുദ്ധ സഭ ദൈവമാതാവിന്റെ നാമത്തിൽ വിവിധ പെരുന്നാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 15 വരെ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ നാം കൊണ്ടാടുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞിന്റെ കുറവ് നികത്തി അവരെ അപമാനത്തിൽ നിന്നും രക്ഷിക്കാൻ അമ്മ തന്റെ പുത്രനോട് ആവശ്യപ്പെടുന്നു. ആ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് എന്നും കാവലും കോട്ടയും അഭയവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.